ഇത്രയും കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന തീ ആളി കത്തിക്കൊണ്ടിരിക്കുന്നതിന് അവർ പെട്ടെന്ന് അണച്ചു. അപ്പോൾ ഇനി അതുപോലൊന്നും വരാൻ പാടായിരിക്കും. കാരണം അവർക്ക് വേറെ വിഷയം കിട്ടിക്കഴിഞ്ഞു, ഇലക്ഷനും കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി അതുപോലെ തന്നെ പോകണമെന്നില്ല. ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ 1 കോളം വാർത്ത 2 കോളം വാർത്ത ഇങ്ങനെ വരും, സിദ്ധാർത്ഥൻ്റെ മരണം കൊലപാതകം എങ്ങും എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് നിൽക്കും. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിദ്ധാർത്ഥന്റെ പിതാവ് രണ്ടും കൽപ്പിച്ചാണ്. അദ്ദേഹത്തിന് ഒരു ചതി പറ്റി. ചതിച്ചതോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും. തുറന്നടിച്ച് ഇക്കാര്യം സിദ്ധാർത്ഥന്റെ അച്ഛൻ മലയാളി വാർത്തയോട് പറഞ്ഞിരിക്കുകയാണ്. ചതിയനാണ് പിണറായി, പറഞ്ഞു പറ്റിച്ചു, അനുഭവിച്ചേ ചാവൂ. ഇത് ഈ ഇന്റർവ്യൂ കണ്ടിട്ട് താഴെ വന്ന ഒരു കമന്റും. സത്യത്തിൽ CPM അല്ലെങ്കിൽ പിണറായി വരച്ച വഴിയിലൂടെ അല്ലെങ്കിൽ ആ വരയിലൂടെ സിദ്ധാർത്ഥന്റെ അച്ഛൻ പോവുകയായിരുന്നു എന്നാണ് അദ്ദേഹം ഏറെ വിഷമത്തോടു കൂടി പറയുന്നത്. CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും 10 മിനിറ്റിനുള്ളിൽ ആ ആവശ്യം അംഗീകരിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഒരാഴ്ച സമാധാനം. കുടുംബമടക്കം ഞാനടക്കം എല്ലാം മിണ്ടാതിരുന്നു. അതായത് CBI വരുമല്ലോ എന്ന പ്രതീക്ഷയായിരുന്നു. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞും അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും ഒരു നീക്കുപോക്കും സംഭവിച്ചില്ല. അതിനർത്ഥം അതൊരു ചതിയായിരുന്നു. ആ ചതിയിൽ ഞാൻ വീഴുകയായിരുന്നു. സിദ്ധാർത്ഥന്റെ അച്ഛന്റെ വാക്കുകൾ ഇങ്ങനെ. എന്തുമാത്രം ഞാൻ അഴിമതി കുറഞ്ഞ സംസ്ഥാനങ്ങൾ വേറെ പേരെടുത്ത് പറയുന്നില്ല. എന്നാലും ഞാൻ പറയുക, ഈ സംസ്ഥാനത്തല്ലാതെ വേറെ ഏത് സംസ്ഥാനത്ത് ഇതുപോലെ ഒന്നും നടക്കും? അവർ പെട്ടെന്ന് എല്ലാവരെയും അടപ്പിക്കുന്നു, എല്ലാവരും വാടച്ച്, കുടുംബം ഉൾപ്പെടെ വാടച്ച് ഒരാഴ്ച അവർ എങ്ങനെയാണ് അവരെ ട്രാക്കിലോട്ട് കാര്യം കൊണ്ടുവന്നു. അതിൽ ഒന്നുമില്ലെങ്കിൽ അവർ സമ്മതിച്ചേ പറ്റുള്ളൂ. അത് കറക്റ്റാണ്. കാരണം അവർ വിചാരിച്ച ട്രാക്കിലോട്ട് സംഭവം എത്തി, ഇനി പ്രശ്നമില്ല. ഇത്രയും കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന തീ ആളി കത്തിക്കൊണ്ടിരിക്കുന്നതിന് അവർ പെട്ടെന്ന് അണച്ചു. അപ്പോൾ ഇനി അതുപോലൊന്നും വരാൻ പാടായിരിക്കും. കാരണം അവർക്ക് വേറെ വിഷയം കിട്ടിക്കഴിഞ്ഞു, ഇലക്ഷനും കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി അതുപോലെ തന്നെ പോകണമെന്നില്ല. ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ 1 കോളം വാർത്ത 2 കോളം വാർത്ത ഇങ്ങനെ വരും, സിദ്ധാർത്ഥൻ്റെ മരണം കൊലപാതകം എങ്ങും എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് നിൽക്കും. അതിപ്പോൾ ആരും കുറ്റമല്ല. പക്ഷേ അത് അവർ വളരെ വിദഗ്ധമായിട്ട് അവർ വിജയിച്ചു. എൻ്റെ കണ്ണിലും അവർ പൊടിയിട്ടു, നാട്ടുകാരുടെ കണ്ണിലും ഈ കേരള സമൂഹത്തിനും ചാനലും മീഡിയ പത്രം എല്ലാവരും അവർ പൊടിയിട്ടിട്ട് ഒതുക്കി അങ്ങ് വെച്ചു. അത് ഒന്നാമത്തെ കാര്യം. അതോടുകൂടി വിജയിച്ച കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന പോലീസ് കേസ് അതുവരെയ്ക്കും പോലീസിലോട്ടാണ് എല്ലാവരും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. CBI അന്വേഷണം വരുന്നത് വരെ എല്ലാവരും പോലീസ് ഇന്ന് എന്ത് ചെയ്തു എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്വേഷണം വന്നതോടുകൂടി പോലീസ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. അതായത് സർക്കാർ രക്ഷപ്പെടുത്തി എടുത്തു. ഇനി അവരെ പുറകിൽ പോയില്ലല്ലോ. പോലീസ് ഇന്ന് ആരെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന് എന്ത് ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോയോ, ഇല്ലെങ്കിൽ ചാനൽ വരെ ഇവരെ പറയുണ്ടായിരുന്നു ഇന്ന് എവിടെ തെളിവെടുപ്പിന് കൊണ്ടുപോകും, ഇന്ന് എന്ത് തെളിവ് കിട്ടി. അതോടുകൂടി അവരെയും രക്ഷിച്ചു. CBI അന്വേഷണത്തിൽ അവർ മുമ്പോട്ട് ഫോർവേഡ് ചെയ്തിട്ടില്ല. ഇതിനുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ തെളിവ് നശിപ്പിക്കേണ്ട ഗ്യാപ്പാണ്. ഇതിനിടയ്ക്ക് കിട്ടിയ ഗ്യാപ്പ് തെളിവ് നശിപ്പിച്ചേ പറ്റുള്ളൂ അവർക്ക്. അതിനുള്ള ഗ്യാപ്പ് അവർക്ക് കിട്ടി. അപ്പോൾ എന്തുകൊണ്ടും ശരിക്കും പറഞ്ഞാൽ അവർ വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ കേസ് ഏകദേശം വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ആ പെൺകുട്ടിയുടെ കേസ്, പെൺകുട്ടിക്ക് ആൺകുട്ടിക്ക് ഒരേ നിയമമാണല്ലോ എല്ലായിടത്തും ഉള്ളത്. ഇത്രയും വ്യക്തമായിട്ട് പങ്കുണ്ട് പെൺകുട്ടിക്ക്, കൊലപാതകത്തിൽ പങ്കുണ്ട്. അവിടെ പാറപ്പുറത്ത് നിന്നിട്ട് ആർത്ത് രസിച്ച ഒരു പെൺകുട്ടിയുണ്ട്. പിന്നെ ഇതിന് കൂട്ടുനിന്ന ബിൻസിയയുടെ അമ്മ എന്തുകൊണ്ട് ഇവർക്ക് ഈ ബിൻസിയെ പിടിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പേടിയില്ല. ഞാൻ പറയാം. ബിൻസിയയുടെ അമ്മ ഇവിടെ കമ്മീഷണർ ഓഫീസിൽ ജോലിയുള്ളതാണ്. കമ്മീഷണർ ഓഫീസിൽ ജോലിയുള്ള അവിടെ മിനിസ്റ്റീരിയൽ വകുപ്പിൽ ജോലിയുള്ള ആളെന്ന് പറയുമ്പോൾ ശരിക്കും അവരെ എങ്ങനെ ബിൻസിയെ രക്ഷപ്പെടുത്തണം എന്നുള്ളത് വേറെ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ബിൻസിയെ രക്ഷപ്പെട്ടു നിൽക്കുന്നത്. ഇത്രയും കൊലപാതകം അത് സ്പോൺസേഡ് പെണ്ണ്, SFI എന്നുള്ള ഭീകര സംഘടനയുടെ സ്പോൺസേഡ് പെണ്ണാണ്. എന്ത് വേണോ ചെയ്യാൻ, അവർക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യം ചെയ്യാനുള്ള പെണ്ണ്. എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്ത് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫസ്റ്റ് ഇയറിൽ എല്ലാ വർഷവും ഒരു പെണ്ണിനെ സെലക്ട് ചെയ്ത് വയ്ക്കും. അത് വളരെ വിദഗ്ധമായിട്ട് ഈ പെണ്ണിനെ തന്നെ കിട്ടി. അവർ അതിനെ പെണ്ണെ നല്ല രീതിയിൽ അവർ യൂസ് ചെയ്തു. അവസാനം ഈ രീതിയിൽ യൂസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ എന്തോ അറിയുന്നു, പെണ്ണിനെ കോളേജ് അധികൃതർ അവിടെ കോളേജ് മാറ്റിയിട്ട് വേറെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നു. അതിന് VC ഉൾപ്പെടെ കൂട്ട് നിൽക്കുന്നു എന്ന് പറയും. അങ്ങനെ അതുകൊണ്ടാണല്ലോ അങ്ങനെ കൂട്ടിരുന്നാൽ പറ്റില്ല. അങ്ങനെ കൂട്ടിരിക്കണമെന്ന് നമ്മൾ കൃത്യമായിട്ടുള്ള പ്രതിഷേധമായിട്ട് തന്നെ പോകും. ഞാൻ വീട്ടിൽ ഒതുങ്ങിയിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല.